ഹലോ ഹായ്. നമ്മൾ ഇത്തവണ വാഗമണ്ണിലുള്ള ബുൾഹോൺ റിസോർട്ടിലായിരുന്നു കേട്ടോ റൂം ബുക്ക് ചെയ്തിരുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അറ്റ് എ ടൈം ഇവിടെ ഒരു ഫാമിലിയെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല പ്രൈവസി ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെറുക്കന് പെണ്ണ് നമ്മുടെ കൂടെ ഉണ്ട്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പായിട്ടോ, ലൈക്ക് ഹണിമൂൺ എന്നൊക്കെ നമുക്ക് പറയാം. ഞങ്ങളൊരു ചെറിയ രീതിയിൽ മിഥുനൻ സ്റ്റൈൽ ഹണിമൂൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. അതെ, ട്രിപ്പ് നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് വന്നു, ആ ഒരു ട്രാവലിംഗ് ടൈം. പിന്നെ നമ്മളിപ്പോൾ റിസോർട്ടിൽ ജസ്റ്റ് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നമ്മൾ വന്ന് കയറിയിട്ടുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടിയത്. അതെ, ഇപ്പോഴാണ് ഇവരൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒപ്പീനിയൻ ഒന്ന് ചോദിക്കാം. രണ്ടുപേർക്കും ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും നല്ല വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. വൈബിനൊത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ, അതുകൊണ്ട് പിന്നെ പ്രോബ്ലം ഇല്ല. അതല്ല, നമ്മുടെ കുറേ വർഷത്തെ പ്ലാനിങ് ആണ്. ഫാമിലി മൊത്തമായിട്ട് അത്താനുള്ള കുടുംബത്തെ കുറിച്ച് രണ്ടോ പറഞ്ഞു. അവിടെ എല്ലാവരും ഭയങ്കര കമ്പനിയാ, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും പോകുന്നത്. ഇതുവരെ കൊള്ളാം, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ പറ എന്തേലുമൊക്കെ. എനിക്ക് പറയാനുള്ളതോടെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി, ധാരാളം. എന്തായാലും നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു ട്രിപ്പാണ് ഇത്, ഏറ്റവും കൂടുതൽ. കാരണം കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഫാമിലിയിലുള്ള എല്ലാ പിള്ളേർ സെറ്റ് മാത്രമായിട്ടുള്ള ട്രിപ്പ്, അത് ഫസ്റ്റ് ടൈം. നമുക്ക് ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. പല ടൈം പ്ലാൻ ചെയ്തു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഇപ്പോഴേ ഇവൻ്റെ ഒരു മാരേജിനാണ് എല്ലാവരും ലീവിനൊക്കെ വന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കസിൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് പൊടിക്കാൻ പോവുകയാണ്. മാരേജ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആ ഒരുപാട് വർഷത്തെ പ്ലാനാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഈ റിസോർട്ടിൻ്റെ റൂംസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ ടോട്ടൽ 7 റൂംസാണ് എടുത്തേക്കുന്നത്. റൂംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഞങ്ങൾ ശരിക്കും പറയാനെ കൊണ്ട്. കാരണം ഇവിടെ ഈ ടോട്ടൽ 7 റൂംസിൽ 2 റൂം മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടെന്ന് പറയാൻ. ബാക്കിയുള്ള എല്ലാ റൂമും ഭയങ്കര ചെറിയ ചെറിയ റൂമാണ്. ഇതിൽ ഒരുപാട് ചെറിയ റൂമുകൾ വരെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്ത ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ 7 റൂംസിന് വേണ്ടിയിട്ട് 50,000 ആയിരുന്നു നമ്മൾ സ്പെൻഡ് ചെയ്തത്. പക്ഷേ ആ ഒരു എമൗണ്ടിനുള്ള ഒരു വർത്തി അല്ലായിരുന്നു ഈ റിസോർട്ട്. നമ്മുടെ ഫാമിലിയൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരുന്നു ഈ റിസോർട്ടിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ റൂമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എല്ലാവരും ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡായി. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ റൂംസ് നോർമൽ കപ്പിളൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കിഡ്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആവും. നമുക്കത് എത്ര അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെയും കിഡ്സിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു ചെറിയ റൂമിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി ഒരു റിസോർട്ട് സ്റ്റേ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോകുമ്പം നമ്മൾ കൂടുതൽ ഈ പ്ലേസസ് വിസിറ്റ് ചെയ്യുക ആയിരിക്കത്തില്ല നമ്മുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ടൈമും നമ്മുടെ ആ ഒരു ഫാമിലി ഒത്തുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസോർട്ടായിരിക്കും കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു പ്ലാനിങ്ങോടെ ആയിരുന്നു ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ഈ റൂമൊക്കെ കണ്ടിട്ട് നമുക്ക് ആ റൂമിൽ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ചെറിയ റൂമായതുകൊണ്ട് തന്നെയും നമുക്കവിടെ റൂമിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനേ നമുക്ക് ഒരിക്കലും തോന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും പുറത്തവിടെ ഒരു വലിയ ഹാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ആ റൂമിൽ പോയത്. അത്രയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി അവിടെ ആ റിസോർട്ടിൽ ചെന്ന സമയത്ത്. ഇത്രയൊക്കെ ക്യാഷ് സ്പെൻഡ് ചെയ്ത് നമുക്ക് അബദ്ധം പറ്റുമെങ്കിലും അവിടുത്തെ മാനേജ്മെൻറ്റ് നമ്മുടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും. പക്ഷേ ഈ കേസിൽ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ഓണറിനെ കോൺടാക്ട് ചെയ്തപ്പം ഓണറിൻ്റെ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരിക്കലും ആസ് എ കസ്റ്റമർ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബിഹേവിയർ ആയിരുന്നു. കാരണം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസോർട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് നിങ്ങൾ പൊക്കോളാനെന്ന്. പക്ഷേ ഒരു ഫാമിലിയായിട്ട് നമ്മൾ ഇങ്ങനൊരു യാത്ര വരുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന സ്ഥലം നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സ്, അത് കിഡ്സൊക്കെ ഉണ്ട്, നമ്മളിവരെയൊക്കെ കൊണ്ട് പെട്ടെന്ന് എങ്ങോട്ടാണ് പോവുക? ക്യാഷിലുപരി നമ്മുടെ ടൈമും ഒക്കെ നമുക്ക് മെനക്കേടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുമല്ല, നമ്മൾ എക്സ്ട്രാ ബെഡ് ചോദിച്ചപ്പം എക്സ്ട്രാ ബെഡിനൊക്കെ അവർ എക്സ്ട്രാ ക്യാഷ് ചോദിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെയാണ് അവരത് കുറച്ച് തന്നത്. അങ്ങനത്തെ ഈ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര ഒരു മാന്യമായിട്ടുള്ളൊരു ഇടപെടലേ അല്ല നമുക്കിവിടെ കിട്ടിയത്.
ഈ ഒരു റിസോർട്ടിൽ ഫുള്ള് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇങ്ങനെ മുള കാണാം കേട്ടോ. ഇവിടെ മുള ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഭംഗിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്, അങ്ങനെ മുളയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ഫൗണ്ടെയിൻ പോലത്തെ സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പം നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇനിയിപ്പം നമുക്ക് വേറെ എങ്ങോട്ട് പോകാനൊരു ഓപ്ഷൻ ഇല്ല. അവർ വേറെ ഒക്കെ മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് വന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈവസി ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ളൊരു പ്രൈവറ്റ് റിസോർട്ടൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി പ്രൈവസി ഉള്ളത്. സോ ഇവർ പറഞ്ഞത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ റിസോർട്ടിൽ അത്യാവശ്യം വേറെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ പൂള് വരുന്നത്. കിഡ്സൊക്കെ വന്നപ്പോൾ തന്നെ പൂളിൽ ചാടി. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവനാണ് തള്ളിയിട്ടത്. ബെസ്റ്റ്. എന്തുവാടാ വിറക്കി വന്നോടാ? സിയാൻ ഇന്ന് വിറക്കി വന്നോടാ? എല്ലാരും ഇവിടെ ഭയങ്കര വൈബാണ്. ഫുൾ ആൾക്കാരും കിഡ്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ബേബി 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 ഇങ്ങോട്ടേക്ക്. ഓ, ചെരുപ്പൊക്കെ ഒഴുകി പോന്നല്ലോ. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ശരിക്കും പൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പം നമുക്ക് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതെനിക്ക് കൊള്ളാമെന്ന് തോന്നി. ഈ ഒരു ഭാഗമാണ് ഡൈനിങ് സ്പേസ്. അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാം. നൈറ്റൊക്കെ കുറച്ചും കൂടി വൈബായിരിക്കും. ഇവിടെയൊക്കെ ഇരുന്ന് പൂളിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതാണ് ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ബുഫറ്റ് സിസ്റ്റം ആണോ ഇവിടെ? ബുഫറ്റ് സിസ്റ്റം ആണോ? നമ്മൾ ഓർഡർ കൊടുത്തേക്കുവാ. ബുഫറ്റ് സിസ്റ്റത്തിനുള്ള ഒരു അതെ 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 ബുഫറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ ഫുഡാണ് വേണ്ടുന്നതെന്നുള്ളത്. നമ്മൾ നൈറ്റ് പെയ്ഡാണ്, നമ്മൾ അത് എക്സ്ട്രാ പേ ചെയ്യുന്നതാണ്. പിന്നെ മോർണിംഗ് ആണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുക, പിടിച്ച് തെള്ളുക ബാക്കിൽ കൂടെ വന്നിട്ട്. എനിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര പേടിയാ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാനിങ്സ് ഒക്കെ നടക്കുന്നുണ്ട് വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഈവനിങ് ആയപ്പോഴത്തേനും നമുക്ക് ചായയും സ്നാക്സും ഒക്കെ അവർ കൊണ്ടു തന്നു. പൂളിലൊക്കെ ചാടിയ എല്ലാവരും അത്യാവശ്യം നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയും ചായയും സ്നാക്സും ഒക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ തീരുമായിരുന്നു. നമ്മൾ വീണ്ടും വീണ്ടും അവരോട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവർക്കും ഒന്നും സ്നാക്സ് കിട്ടുന്നില്ലായിരുന്നു. കാരണം എല്ലാവരും അത്രയ്ക്ക് വെള്ളത്തിലേക്ക് കിടന്ന് ചാടി വിശന്നൊക്കെ ഇരിക്കുന്നതുകൊണ്ട് സ്നാക്സിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ നടന്നത്. എല്ലാം വലത്തോട്ടാണ്. എല്ലാം വലത്തോട്ടാ. എക്സസൈസ് രാവിലെ ഇറങ്ങി പോയാൽ മതി.
ഈ റിസോർട്ടിൻ്റെ താഴെയായിട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങി നമ്മൾ താഴോട്ട് വരുമ്പം നല്ല ഭംഗിയുള്ളൊരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ വലിയ താഴ്ചയൊന്നുമില്ല. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലം ഈ റിസോർട്ടിൻ്റെ താഴെ ഉണ്ടെന്ന്. ഈ റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സമയത്ത് നമുക്കവിടെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത 1-2 സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെക്കുറിച്ച് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർ അങ്ങനെയായിരുന്നു നമുക്കവിടെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം, കാരണം ഇവിടെ കൊളയട്ടയൊക്കെ ഒരുപാടുണ്ട്. എനിക്കും ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.